ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് 6ഉം 7ഉം ഭാവാധിപനാണ്. അപ്പോൾ 6ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ അഷ്ടമരാശിയിൽ ആ ശനി വക്രത്തിലാകുകയാണ്. ആ വക്രശനി പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും 2, 5, 10 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 5ഉം 8ഉം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു ഇപ്പോൾ 12ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. 12ൽ ഉച്ചസ്ഥിതനായി നിൽക്കുന്ന ആ ഗുരു അഷ്ടമരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഒരു സ്ഥിതി ഈ സമയത്തുണ്ട്. അതുപോലെ അത് പൊതുവെ നമുക്ക് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഗുരുവരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിലാകുമ്പോൾ പൊതുവെ ശനി അഷ്ടമത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മാനസികമായിട്ട് അല്പം ടെൻഷനൊക്കെ ഈ കുറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അത്രത്തോളം അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം രാശ്യാധിപനായിട്ടുള്ള സൂര്യനും ശനിയും ഒക്കെ തന്നെ ശത്രുക്കളാണ്. അപ്പോൾ ജൂലൈ 27 മുതൽ ഈ അഷ്ടമത്തിൽ ശനി വക്രത്തിലാകുന്നത് എന്ന് പറയുമ്പോൾ ആ ശനി അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ്, രാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണാം. അപ്പോൾ ശനി 7ാം ഭാവാധിപനാണ്. അത് ഈ സമയം പ്രത്യേകിച്ച് ഈ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് റിലേഷൻഷിപ്പിൽ ഒരു അവലോകനം ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും. ഇപ്പം മാരേജിലായാലും പാർട്ട്ണർഷിപ്പിലായാലും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ കരാറുകളിൽ നമുക്ക് ഒരു അവലോകനം, നമ്മളൊരു പുതിയ കരാറിലൊക്കെ പോകുമ്പോൾ ആ കരാറിൻ്റെ വ്യവസ്ഥകൾ, മറ്റു കാര്യങ്ങൾ, ആ കരാർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്ത് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുനർവിചിന്തനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ ധനപരമായിട്ടും നമ്മൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ, അതുപോലെ നമ്മുടെ ഈ ജോയിൻ്റ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് നികുതി, അതുപോലെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയം കൂടെയാണ് ഈ അഷ്ടമത്തിൽ ശനി വക്രത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ അതേസമയം നമ്മൾ ആധ്യാത്മിക കാര്യത്തിലും അതുപോലെ നമ്മൾ ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നതിലും ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 8ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 8ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് സർക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ, ഇപ്പോൾ നമുക്ക് ശനിയൊക്കെ വക്രത്തിലാകുമ്പോൾ നമുക്ക് ആ ബന്ധം ഒന്ന് സ്മൂത്ത് ആകണമെന്നില്ല. എങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് അത് പൊതുവെ ഒരു വിപരീത രാജയോഗത്തിൻ്റെ അവസ്ഥയും കൂടെയാണ്. അപ്പോൾ നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ 8ലെ ദൃഷ്ടിക്ക് വഴിതെളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് മാറ്ററിൽ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ നമ്മൾ ഈ ലീഗലായിട്ടുള്ള ചില കാര്യങ്ങളിൽ, ഇവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. കടബാധ്യത, ഇവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ പേഴ്സണൽ ലൈഫിലും ഒക്കെ ഒരു വിലയിരുത്തൽ ഈ സമയത്ത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് ഈ ഒരു ക്ഷമ, അച്ചടക്കം ഒക്കെ തന്നെ
എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. അതുപോലെ വർക്കിലായാലും ബിസിനസ്സിലായാലും നമ്മൾ ഒരു അവലോകനം നടത്തി അതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. മുമ്പ് വന്ന എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ വക്രശനി 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ സമ്പാദ്യം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ നിക്ഷേപങ്ങൾ ഇവയിലൊക്കെ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം. അതുപോലെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരത്തിലും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കഴിവതും ഡിപ്ലോമാറ്റിക് ആകാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. വക്രശനി 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് വർക്കിൽ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പഠനത്തിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രയത്നം, ഒരു എഫർട്ട് ഈ സമയത്തുണ്ടാകുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രണയബന്ധത്തിലൊക്കെ ശ്രദ്ധ വേണം. ക്രിയേറ്റീവ് തലത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നമ്മൾ പ്രത്യേകിച്ച് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വീണ്ടും അത് പൊന്തി വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ കാര്യസാധ്യത്തിന് ചെറിയ കാലതാമസം ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ വക്രശനി 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ തൊഴിലിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ കെയർ കൊടുക്കണം. ആ ഉത്തരവാദിത്വങ്ങൾ കറക്റ്റായിട്ട് നിർവഹിച്ച് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അവിടെ ശ്രദ്ധ വേണം. തൊഴിലിൽ ചിലപ്പോൾ മാറ്റങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൊഴിലിടത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയവും കൂടിയാണ്. അതുപോലെ തന്നെ തൊഴിലിടത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നവരുമൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ കൂടുതൽ അഷ്ടമത്തിൽ ആയതുകൊണ്ട് നമ്മൾ ഒരു കൂടുതൽ സംയമനം, വിട്ടുവീഴ്ചകൾ ഒക്കെ ഈ സമയത്ത് വേണം. നീതിബോധത്തോടെ ഉള്ള ഒരു സമീപനം വേണം. പ്രത്യേകിച്ച് വിനയം നിലനിർത്തി പോകാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവർക്ക് ഇപ്പോൾ കർമ്മ മേഖലയിൽ അച്ചടക്കത്തോടുകൂടിയുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ വീഴ്ചകൾ കറക്റ്റ് ചെയ്തു പോകുന്നവർ, അപ്പം പൊതുവെ നമുക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ശനി വലിയ ദോഷം ചെയ്യില്ല. മാത്രമല്ല ഈ 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 8-ൽ ദൃഷ്ടി ചെയ്യുന്നതും നമുക്ക് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശനിയെ കൊണ്ടുള്ള ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. റിലേഷൻഷിപ്പിൽ പോരായ്മ പരിഹരിക്കണം. അതുപോലെ ഡിവൈൻ താട്ട് കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും. അതൊക്കെ പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.